ഇതാണ് പുതുതായിട്ടുണ്ടാക്കിയ ഡ്രൈനേജിന്റെ ഭാഗത്ത് നിന്ന് വെള്ളം ഒഴുകി വരികയാണത്. NH66 പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം കുറ്റിപ്പുറത്താണ് വന്നിട്ടുള്ളത്. കുറ്റിപ്പുറത്ത് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. സർവീസ് റോഡിന്റെ ഭാഗത്തൊക്കെ കുറെ വർക്കുകൾ ബാക്കിയുണ്ടായിരുന്നു. അപ്പൊ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്ത് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ എന്തൊക്കെയോ വർക്കുകൾ കുറെ ബാക്കിയുണ്ട് ഞാൻ കാണിക്കാനുണ്ടായിരുന്നു. അതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. ഇങ്ങനെയാണ് മുകളിൽ നിന്ന് ഇവിടുന്ന് ഇങ്ങനെ കാണുമ്പോഴുള്ള ഒരു കാഴ്ച. അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞ ഭാഗത്തൂടെ വാഹനങ്ങൾ കടന്നു പോകുന്നത്. സൈഡിലൊക്കെ ഇനിയും ക്ലീനിങ് ഒക്കെ ചെയ്യാനുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ കുറെ വേസ്റ്റുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ സർവീസ് റോഡിന്റെ ഭാഗത്തൂടെ താഴ്വശത്തെ അവിടെയൊക്കെ പാലത്തിന്റെ വർക്കുകളൊക്കെ നടക്കുന്ന ആ ഭാഗത്തൊക്കെ പോയി നോക്കാം. കുറച്ചുകൂടെ താഴോട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങള് കണ്ടിട്ടുണ്ടാവും ഈ ഭാഗത്ത് ഇങ്ങനെ മണ്ണ് കൂടി കിടക്കുന്ന ഒരു ഭാഗം. ഇവിടെ ഇപ്പൊ എന്തോ ചെറിയ രീതിയിലുള്ള വർക്കുകൾ തുടങ്ങിയിട്ടുണ്ട്. സോയിൽ ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഡ്രില്ലിംഗ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിനുവേണ്ടി ഇറ്റാച്ചി ഒക്കെ വന്ന് ഇവിടെ വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഒരു ക്രഷ് ബാരിയർ ഒക്കെ വെച്ച് അതിന്റെ മുകളിലാണ് ആ ഭാഗത്താണ് ഡ്രില്ലിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോകുന്നുണ്ട് എന്ന് തോന്നുന്നത്. അവിടെ ഒരു ടിപ്പറൊക്കെ കാണുന്നില്ല മുകൾ വശത്ത്. അവിടെ ഒരു ട്രിപ്പർ നിൽക്കുന്നുണ്ട്. ഇവിടെ അങ്ങോട്ട് വണ്ടി കയറി പോവാൻ വഴി ഒരുക്കാണെന്ന് തോന്നുന്നത്. കുറെ നാളായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അപ്പൊ ഇപ്പം ഇവിടെ ചെറിയ രീതിയിൽ വർക്കുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മഴയൊക്കെയാണ് വരുന്നത്. മഴന്റെ മുന്നേ സോയിൽ വർക്കുകൾ ചെയ്യാനുള്ള തുടക്കത്തിലാണ് ഇവര്. ഇവിടെ കുറച്ച് വർക്കേഴ്സൊക്കെ കാണുന്നുണ്ട്. അവിടെ കുറച്ച് ഭാഗത്ത് വീണ്ടും മണ്ണൊക്കെ മാറ്റിയത് കാണുന്നുണ്ട്. ആ ഭാഗത്ത് കമ്പിയൊക്കെ ഉള്ളിലോട്ട് അടിച്ച് കഴിച്ച് കാണുന്നുണ്ട്. ഇവിടെ സോയിലിങ്ങിന് വേണ്ടിയിട്ടുള്ള മെഷീന് അതിന്റെ പമ്പ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കൊണ്ടുവന്ന് ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ തുടക്കമായിട്ടുണ്ട്. കണ്ടില്ല, റോഡിന്റെ ഈ ഭാഗത്തേക്ക് വരെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് ഇറക്കി വെച്ചാണ്. ഇനി ഇതൊക്കെ ലെവൽ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. സോയിലിനിങ് ചെയ്ത് വലിയൊരു ഭാഗം തന്നെ സോയിലിനിങ് ചെയ്യാനുണ്ട്. മഴ വരുന്നതിന് മുന്നൊക്കെ ചെയ്യേണ്ട വർക്കുകളാണ്. ഈ മഴയത്തൊക്കെ ചെയ്താൽ എങ്ങനെ ആയിരിക്കും എന്ന് അറിയില്ല. അപ്പോൾ ഇവിടുന്ന് മണ്ണ് കൊണ്ടുപോവാണ് ആ വണ്ടിയിൽ. മുൻവശത്തേക്കും താഴോട്ടൊക്കെ പോയി നോക്കാം. ഇതാണ് കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ ഈ ഭാഗങ്ങളിലൊക്കെ സോയിലിനിങ്ങിന് വേണ്ടിയിട്ട് ഹോളുകൾ ഇട്ടിട്ടുണ്ട്. വർക്ക് ചെയ്യാനുള്ള കമ്പി ഒന്നും കൊണ്ടുവന്നിട്ടില്ല. മഴ വരുന്നുണ്ട്. കുറെ ഭാഗത്ത് ഇങ്ങനെ നടന്ന് വീഡിയോ എടുക്കുമ്പോൾ മഴ വന്നാൽ പണിയാവും. മഴ വരുന്നു. ഇതാ ഇവിടെ ഇരുമ്പ് ക്രഷ് ബാരിയറാണ് കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, ഈ ഭാഗങ്ങളിലൊക്കെ ഇരുമ്പ് ക്രഷ് ബാരിയർ കൊടുത്ത് അതിന്റെ താഴ്ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞു. കോൺക്രീറ്റ് ചെയ്ത ഭാഗങ്ങളാണ് ഇത് കാണുന്നത്. വെള്ളം ഒഴുകി പോകാനുള്ള ഭാഗങ്ങൾ. ഇനി ഈ സൈഡിൽ വരുന്ന ഭാഗത്തൊക്കെ കോൺക്രീറ്റ് ചെയ്യാനുണ്ട്. മഴ വന്നുട്ടാ, കണ്ടില്ലേ, മഴ പെയ്തു. ഇതാണ് നമ്മുടെ റോഡിന്റെ ഭാഗം. ഇങ്ങനെയാണ് ചില സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ പോകുമ്പോൾ. ഇനി അങ്ങോട്ട് അധികവും മഴ ആയിരിക്കും. വീഡിയോ ഒക്കെ എടുക്കാൻ കുറച്ച് പ്രയാസം തന്നെ ആയിരിക്കും. ഇതാണ് ഇവിടെ ഉണ്ടാക്കിയ ഡ്രെയിനേജ്. കണ്ടില്ലേ, ഈ ഡ്രെയിനേജിലൂടെ വെള്ളം വരുന്നത് റോഡിന്റെ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ റോട്ടിലേക്ക് ഒഴുകി വരുന്ന രീതിയിലാണ് ഇവിടെ വർക്ക് ചെയ്തിട്ടുള്ളത്. ഇത് മണ്ണും ചെളിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ സർവീസ് റോഡിന്റെ കാര്യം പോക്കായിരിക്കും. താഴ്വശത്തേക്ക് എത്തിയിട്ടുണ്ട്. താഴ്വശത്തേക്ക് വരുമ്പോൾ ആകെ കുളമായി കിടക്കുകയാണ്. ഇവിടെ ആകെ ചളിയും മണ്ണൊക്കെ ആയിട്ട്. ഇവിടെ ഒരു ഡ്രൈനേജിന് വേണ്ടിയിട്ട് മണ്ണെടുത്ത ഭാഗമാണ്. ആ ഭാഗത്ത് ഒന്നും ക്ലിയർ ആയിട്ടില്ല വർക്ക്. അവിടെ ഒരു ചെറിയൊരു പാലം പോലെ വന്നിട്ടുണ്ട്. ഇനി ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ഡ്രൈനേജ് കെട്ടാനുണ്ട്. അവിടെ അതാ കുറച്ച് ഭാഗത്ത് ഡ്രൈനേജ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ താഴോട്ട് ഇതിൽ ഒരു റോഡ് ഇങ്ങനെ വരാനുള്ളതാണ്. ആ റോഡിന്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടില്ല. ഇവിടം വരെ ഒരു ചെറിയൊരു ഇത് കണ്ടില്ലേ, ഈ ഭാഗം വരെയാണ് റോഡിന്റെ ഇത് വരുന്നത്. താഴ്വശം കുറേ കണ്ടില്ലേ, കമ്പികളൊക്കെ കിടക്കണേ. ആ ഭാഗത്തൊക്കെ കുറെ മണ്ണൊക്കെ കൂടി കിടക്കണേ. കണ്ടില്ലേ, വലിയ രീതിയിൽ ചളിയും മണ്ണൊക്കെ ആയി കിടക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് പോകണമെങ്കിൽ ഇനി പാലത്തിന്റെ മുകളിലൂടെ തന്നെ പോകേണ്ടി വരും. അത് വഴിയൊന്നും കടന്നു പോകാൻ പറ്റില്ല. മഴ പെയ്തതോടെ കൂടുതൽ ചളിയായിട്ടുണ്ട്. ഇവിടെയൊക്കെ ഈ ഇറ്റാച്ചിയൊക്കെ മണ്ണിൽ കുളിച്ച് കിടക്കുകയാണ്. പില്ലറിന്റെ താഴെ കുറെ ഷീറ്റുകൾ ഇനിയും എടുക്കാനുണ്ട്. ആ ഭാഗത്ത് കണ്ടില്ലേ, അവിടെയൊക്കെ ഷീറ്റുകൾ എടുക്കാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളുണ്ട്. അവിടെ പുട്ടിയിട്ട് കാണാൻ ഭാഗങ്ങളിലൊക്കെ ആണ്. കുറ്റിപ്പുറം എഴുതിയ ബോർഡൊക്കെ ആണ് ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷന്റെ
ഇവിടെ ഒന്നുണ്ട്. വർക്കേഴ്സ് ഇവിടെ നിന്നുള്ള ഈ ചെറിയ കമ്പി കഷ്ണങ്ങളൊക്കെ കൂട്ടിയാണ് പെറുക്കി എടുത്ത് കൂട്ടാണ്. കുറെ മണ്ണിൽ വീണ് കിടക്കുന്നുണ്ടല്ലോ കമ്പികളൊക്കെ, അതൊക്കെ എടുത്ത് മാറ്റാണ്. ഇതാണ് പുതുതായിട്ട് ഉണ്ടാക്കിയ ഡ്രൈനേജിന്റെ ഭാഗത്തു നിന്ന് വെള്ളം ഒഴുകി വരികയാണിത്. ഇതാണ് ഇനി ഇവിടുന്ന് ഇങ്ങനെ ആ ഡ്രൈനേജ് ഇങ്ങനെ നേരെ ആ താഴ്ഭാഗത്തുള്ള പുതുതായിട്ട് ഉണ്ടാക്കുന്ന ഡ്രൈനേജിന്റെ ഭാഗത്തേക്കൊക്കെ പോവാനുള്ളതാണ്. അങ്ങനെ കുറെ വർക്കുകളൊക്കെ ഇനി ഇവിടെ വരാനുണ്ട്. ഷീറ്റ് എടുത്ത ഭാഗങ്ങൾ, ഷീറ്റ് വെച്ച ഭാഗങ്ങളൊക്കെ കണ്ടില്ല. ഇങ്ങനെ സർവീസ് റോഡിന്റെ ഭാഗങ്ങള് കുറച്ച് ഭാഗങ്ങളൊക്കെ ടാർ ചെയ്തിട്ടുണ്ട്, കുറച്ച് ഭാഗങ്ങളൊക്കെ ടാർ ചെയ്യാത്തതുകൊണ്ട് ആ ഭാഗത്തേക്കൊക്കെ ഒരു സർവീസ് റോഡ് പോകുന്നുണ്ട്. ആ ഭാഗത്തൊക്കെ മെറ്റൽ മിക്സ് ചെയ്തിട്ടുള്ളൂ. ആകെ ചളിക്കുളമായി കിടക്കുകയാണ് ഇപ്പോൾ ഇവിടെ. ഇതാണ് ഹോളില് വെള്ളം ചാടുന്നുണ്ടില്ലേ, അതൊന്നും കറക്റ്റ് പൈപ്പൊന്നും വെച്ച് ശരിയായിട്ടില്ല. അവിടെ കുറച്ച് ഭാഗത്ത് മുൻവശത്ത് പൈപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഒരു റോഡ് കാണുന്നുണ്ട്. ഈ റോഡിന്റെ ഭാഗത്തൊക്കെ ഒരു മെറ്റൽ മിക്സ് ഒക്കെ ചെയ്ത് കിടക്കുകയാണ്. ഇതാണ് ഇവിടെ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതൊക്കെ കാണാൻ പറ്റും. അവിടെയാണ് ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞത് ഒരു ഫുട്പാത്ത് വന്നിട്ടുണ്ട് ആ ഭാഗത്ത്. അതിങ്ങോട്ട് റോട്ടിലേക്ക് സർവീസ് റോഡിന്റെ ഭാഗത്തേക്ക് ഇറങ്ങി പോകാനുള്ളതാണ് പോകുന്നത്. അവിടെ ഇങ്ങനെ ഹൈറ്റിലേക്ക് ഉയർത്തി കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഭാഗത്തൊക്കെ ഒരു ട്രെയിനൊക്കെ പോകുന്നുണ്ട്. പോകുന്നത് വർക്ക് ഇനിയും ഒരുപാട് വർക്കുകൾ ഇവിടെ തീർക്കാനുണ്ട്. വളരെ സ്ലോവില് വർക്കുകൾ നടക്കുന്നുള്ളൂ. ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വർക്കേഴ്സും സ്പീഡൊന്നും കാണുന്നില്ല. കണ്ടില്ല, ഈ ഭാഗങ്ങളിലൊക്കെ കുറേ വേസ്റ്റുകൾ, കമ്പികൾ, പീസൊക്കെ കൂട്ടിയിട്ടേക്കണേ. ഇതൊക്കെ ഇവിടുന്ന് എടുത്തു കൊണ്ടുപോയി ക്ലിയർ ചെയ്യാനുണ്ട്. അതുപോലെ ഈ വെള്ളയും കറുപ്പും അടിച്ച ഭാഗം പോലെ അങ്ങനെ ഭാഗങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് കൊണ്ടുവരാനുണ്ട്. അങ്ങനെയുള്ള ഒരു ഭാഗം ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള വർക്കുകളൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്ത് പോയി നോക്കാം. ആ സൈഡിൽ എന്തൊക്കെയാ വർക്കുകൾ ചെയ്യാനുണ്ടോ നോക്കാം. ഞാൻ മഴ പോയതോടെ ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇതാണ് സർവീസ് റോഡ് എന്ന് ഈ ഭാഗത്തേക്ക് എത്തുന്ന ഭാഗം. റെയിൽവേ അങ്ങോട്ട് പോകാനുള്ള വഴിയില്ല. ഇവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ കറങ്ങിയിട്ട് തിരിച്ചങ്ങോട്ട് കയറി പോകുന്നത്. അവിടെ ഒരു ചെറിയൊരു പാലം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉള്ളിൽ റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ട് പോകാനുള്ളതാണെന്ന് തോന്നുന്നത്. ഇവിടെ ഒരു ചെറിയൊരു സർവീസ് റോഡ് പോലെ ഒരു ഭാഗം ഉണ്ടാക്കുന്നുണ്ട്. ഇത് എങ്ങോട്ടാണെന്ന് അറിയില്ല. ഇത് ഒരുപക്ഷെ ഈ വീടിന്റെ ഈ സ്ഥലത്തേക്കുള്ള വഴിയായിട്ട് വിട്ടതായിരിക്കും. ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം കോൺക്രീറ്റ് ചെയ്ത് വെച്ചത് കാണുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞ് ആ ഭാഗം ഇങ്ങനെ കല്ല് പതിച്ച് ക്ലിയർ ചെയ്ത ഭാഗം. അവിടെ ഇനി വെള്ളം മുകളിൽ നിന്ന് ഒഴുകി വരാൻ വേണ്ടിയിട്ടുള്ള ഇതൊക്കെ വെച്ചിട്ടുണ്ട്. ആ ഭാഗങ്ങളിലൊക്കെ ഇരുമ്പിന്റെ ക്രഷ് ബാരിയറാണ് കൊടുത്തിട്ടുള്ളത്. പാലത്തിന്റെ മുകളിൽ ഇങ്ങനെ ക്രഷ് ബാരിയറുകൾ കൊടുത്തിട്ടുണ്ട്. ഈ പഴയ പാലം പൊളിച്ച് അതിൻ്റെ പഴയ ക്രഷ് ബാരിയറുകൾ പൊളിച്ച് പുതിയ ക്രഷ് ബാരിയറുകളൊക്കെ വെച്ചിട്ടുണ്ട്. പക്ഷേ നേരത്തെ ഉണ്ടായിരുന്ന ആ ക്രഷ് ബാരിയറുകൾ ഒഴിവാക്കിയിട്ടില്ല. കാണാൻ നമുക്ക് ഇവിടെ ഒരു തേനീച്ചക്കൂടൊക്കെ കാണുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ ഭാഗങ്ങളിൽ. ഇപ്പോൾ ഇവിടെ കുറെ കല്ല് കൂട്ടി എന്താ അറിയില്ല. ഇനി ഇവിടെ താഴ്ന്നു വണ്ടി പോകുന്ന ഭാഗത്ത് ക്ലിയർ ചെയ്യാനോ എന്താ അറിയില്ല. ഇവിടെ കല്ല് കാണുന്നുണ്ട്. കണ്ടില്ല എങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷൻ അങ്ങോട്ടുള്ള കറക്റ്റായിട്ടുള്ള ഒരു വഴി ഇല്ല കേട്ടോ. ആ ഭാഗത്തൂടെയാണ് ഒരു വഴി ഉള്ളത്. ഇവിടെ ഒരു സർവീസ് റോഡ് ഇങ്ങനെ ഇറങ്ങി വന്നിട്ട് ഈ താഴ്വശത്തൂടെ ഇങ്ങനെ കറങ്ങിയിട്ട് ഇങ്ങനെ അങ്ങോട്ട് തന്നെ റിട്ടേൺ പോകുന്ന രീതിയിലാണ്. ആ വീട് കണ്ടില്ല, ആ ഷെഡിന്റെ ഭാഗത്തൂടെ ഒരു വഴിയുണ്ട്. അങ്ങനെയാണ് അവിടെ ഉള്ളിലോട്ട് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലോട്ട് പോകാനുള്ളൊരു വഴിയും കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ താഴ്വശത്ത് ഇവിടെ കണ്ട ഈ വഴി ഇങ്ങനെ അതുവഴി അങ്ങോട്ട് എടുക്കുമെന്ന് അറിയില്ല. അതൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അറിയാം. അപ്പോൾ ഇനി അപ്പുറത്ത് പോയി നോക്കാം ആ ഭാഗത്തൊക്കെ എന്തൊക്കെയാണ് വർക്കുകൾ ചെയ്തിട്ടുള്ളത്. ഇവിടെയൊക്കെ ആകെ മണ്ണ് ചളിക്കുളമായി കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴേന്ന് കണ്ട ആ ഭാഗം ഇവിടെ ഇന്റർലോക്ക് ചെയ്യുന്നുണ്ട്. പുതുതായിട്ട് ക്രാഷ് ബാരിയർ ചെയ്തതിൻ്റെ പഴയ ഈ കൈവരിൻ്റെ ഇടയിൽ ഈ ഗ്യാപ്പിൽ ഇവിടെ ഇന്റർലോക്ക് വിരിക്കുന്ന വർക്കാണ് നടക്കുന്നത്. അതൊന്നും ഒരു ക്ലിയർ ഇല്ല. ഇനി സൈഡിലൊക്കെ ക്ലിയർ ആക്കി വെക്കുമോ അറിയില്ല. അതിനു വേണ്ടി മണ്ണൊക്കെ കൊണ്ടു കൊടുക്കുകയാണ് ഇപ്പോൾ അവിടെ ഒരു ഹിറ്റാച്ചി ഉപയോഗിച്ച്.
അതുകൊണ്ടാണ് ബ്ലോക്ക് ആയത് പെട്ടെന്ന്. നിങ്ങൾക്കറിയാലോ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 2 ലൈനായിട്ടായിരിക്കും ഹൈവേ. കണ്ടില്ലേ ബ്ലോക്കൊക്കെ ഉണ്ടാവാൻ. ഈ സൈഡിൽ ഇവരിങ്ങനെ ഇന്റർലോക്കൊക്കെ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് പഴയ കൈവരി. ഞാൻ നേരത്തെയൊക്കെ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു. പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഈ കൈവരി ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ട്. പക്ഷേ വർക്കുകൾ സ്ട്രോങ് ആക്കി നിർത്തിയ കൈവരി ഇവിടെ, ക്രാഷ് ബാരിയർ ഇവിടെ കാണാം നമുക്ക്. ഇവിടെ ഇപ്പോൾ ഇതാ ഇങ്ങനെയൊക്കെ മണ്ണിട്ട് ലെവൽ ചെയ്തിട്ടുണ്ട്. ഇതുവഴിയാണ് നേരത്തെ വെള്ളമൊക്കെ ഒഴുകി പോയിരുന്നത് മഴ പെയ്ത് എന്ന സമയത്ത്. ഇനി ഇവിടെയും കോൺക്രീറ്റ് ഒക്കെ ചെയ്യാനുണ്ട്, ക്ലിയർ ചെയ്യാനുണ്ട്. അതൊന്നും തുടങ്ങിയിട്ടില്ല. ഇവിടെ ഇങ്ങനെ ക്രാഷ് ബാരിയർ, റെഡിമെയ്ഡ് ക്രാഷ് ബാരിയർ കൊണ്ടുവന്ന് വെച്ചതാണ്. എംസാൻഡ് തട്ടുന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ബ്ലോക്ക് ആയിട്ടുണ്ട്. വാഹനങ്ങൾ ഇങ്ങനെ ലൈനിൽ വന്ന് നിൽക്കാൻ തുടങ്ങി. കുറഞ്ഞ സമയം കൊണ്ട് ബ്ലോക്കായി. അപ്പോൾ വർക്ക് പെട്ടെന്ന് നടന്നാൽ ബ്ലോക്ക് ഒഴിവാകും. ബ്ലോക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ക്രാഷ് ബാരിയറിന്റെ മുകളിൽ കണ്ടില്ലേ ഇങ്ങനെ ഇന്റർലോക്കിന് ചെയ്യാനുള്ള കട്ടകൾ ഇങ്ങനെ മുകളിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇത് ആ ഫുട്പാത്തിൽ പതിക്കാനുള്ളതാണ്. ഇവിടുന്ന് ഇനി കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിന്റെ അങ്ങോട്ട് പോയി നോക്കാം. ബസ് സ്റ്റാൻഡിന്റെ ആ ഭാഗത്ത് ഇറങ്ങിയിട്ടാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ അങ്ങോട്ട് പോകാനുള്ള വഴി. അങ്ങോട്ട് ഇറങ്ങുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്കിനി താഴോട്ട് പോവാം. ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡൊക്കെ വന്നിട്ടുണ്ട്. പാലത്തിന്റെ, റെയിൽവേന്റെ ഒക്കെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇങ്ങനെ വാഹനങ്ങളൊക്കെ, ഇവിടെ ലോറിയൊക്കെ ഇങ്ങനെ നിർത്തി വെച്ച് കാണാം നമുക്ക്. ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ പുതിയതായിട്ട് പെയിന്റിങ് തുടങ്ങിയിട്ടുണ്ട്. ആ ഭാഗത്തും പെയിന്റിങ്, ഇവിടെയൊക്കെ ഫിനിഷിങ്ങിന്റെ ഭാഗമായിട്ട് പുട്ടിയിട്ടേക്കണ്. താഴ്വശമൊക്കെ നല്ല രീതിയിൽ പെയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ആ ഫില്ലറിന്റെ ഭാഗത്താണ് കുറച്ച് വർക്കുള്ളത്. അവിടെ ഷീറ്റുകളൊക്കെ എടുക്കാനുണ്ട്, പുട്ടിയിട്ട ഭാഗങ്ങൾ ക്ലിയർ ചെയ്യാനുണ്ട്. അത് നമുക്ക് അങ്ങോട്ട് പോയി മുകളിൽ പോയി നോക്കാം. ഇതാണ് ഇവിടെ മാസങ്ങളോളം പണി ഡിലായിരുന്ന ROB ഇരുമ്പിന്റെ പാലാണിത്. റെയിൽവേന്റെ മുകളിൽ വന്ന ഒരു ഫില്ലർ അവിടെയാണ്, ഒരു ഫില്ലർ ഈ ഭാഗത്താണ്. അത്രയും ലെങ്തി ആയിട്ടുള്ള ഫില്ലറാണ്, ഗർഡറാണ് വന്നിട്ടുള്ളത് ഇരുമ്പിന്റെ. അപ്പൊ ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഒരു ഇതൊന്നുമില്ല, നേരെ ഇങ്ങനെ ഇറങ്ങി വരാവുന്ന രീതിയിലാണ് ചെയ്ത് കാണുന്നത്. റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. അതില്ലേ നേരെ നമുക്ക് റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറി വരാം. ആ ഭാഗത്താണ് അവിടെ ഒരു വഴിയുള്ളത്. ബാക്കിയുള്ള വർക്കുകളും കൂടുതൽ അപ്പുറത്താണ്. ഇവിടെയൊക്കെ ഇനി പെയിന്റിങ് അങ്ങനെയുള്ള വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ ഉള്ളിലേക്ക് ഇതുവഴി ഇങ്ങനെ കടന്നു വരാട്ടാ. പക്ഷെ ടിക്കറ്റ് എടുക്കാതെ അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ പണിയാവും. അപ്പൊ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇനി ഈ മതിൽ ചിലപ്പോൾ ഇങ്ങോട്ട് നീട്ടി കെട്ടാൻ സാധ്യതയുണ്ട്. വർക്ക് കഴിഞ്ഞാൽ അതുവരേക്കൊക്കെ ഇങ്ങനെ കിടക്കുള്ളൂ. വർക്ക് ആയതുകൊണ്ട് ഇങ്ങനെ ഓപ്പൺ ആയി കിടക്കുകയാണ്. ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ കുറ്റിപ്പുറം ഭാഗത്തൊക്കെ വർക്കുകൾ. അപ്പൊ നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമന്റിലൂടെ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് തരിക. വീണ്ടും മറ്റൊരു സ്ഥലത്തെ പുതിയൊരു കാഴ്ചയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.